പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു ബിന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. അടുക്കള മാലിന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ വീടുകളിൽ ലഭ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ടത്തിൽ 300ഓളം വീടുകളിൽ ബയോ ബിന്നുകളാണ് വിതരണം ചെയ്തത്. ബിന്നുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു. വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഏകദേശം 1000ഓളം കുടുംബങ്ങൾക്ക് നമ്മളിത് കൊടുത്തു. ഇപ്രാവശ്യം തന്നെ ഏകദേശം 300ഓളം അപേക്ഷകർ നമുക്ക് എത്തിയിട്ടുണ്ട്. ഈ ബിന്നിൻ്റെ ഒരു പ്രത്യേകത, ഇത് നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക്കാണ്. അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാത്രമാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഇതിൽ ഡീകമ്പോസ് ചെയ്ത് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ജൈവവളമാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ഷൈനി ഏലിയാസ്, ജൂബി പൗലോസ്, കൗൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ്, ഡോക്ടർ അജേഷ് മനോഹർ, P. ഗിരീഷ് കുമാർ, മോളി വലിയകട്ടയിൽ, ഡോക്ടർ സജിനി പ്രതീഷ്, ജോജിമോൻ ചാരുപ്ലാവിൽ, പ്രശാന്ത് മമ്പുറത്ത്, രമ വിജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ CA നാസർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C. ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തെ പദ്ധതിയിൽ തന്നെ നമുക്കറിയാം 1000ഓളം വരുന്ന ഇതുപോലുള്ള ബിന്നുകൾ നമ്മൾ ഉണ്ടാവും. ബയോഗ്യാസ് പ്ലാന്റുകളും 200 വീടുകളിൽ സ്ഥാപിക്കുകയുണ്ടായി. ഇതുകൊണ്ടും എല്ലാ വീടുകളുമായിട്ടില്ല. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ പരമാവധി സംസ്കരിക്കാൻ കഴിയുന്ന നില വന്നാൽ മാത്രമേ മാലിന്യമുക്ത കേരളം യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. അതിനാദ്യം വേണ്ടത് വലിച്ചെറിയുന്ന സംസ്കാരം നമ്മുടെ മനുഷ്യരിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങളും നമ്മുടെ വീട്ടിൽ ഓരോ വീടും എടുത്തു നോക്കിയാൽ ധാരാളമായിട്ടാണ് ആധുനിക ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് അത് തരംതിരിക്കലാണ്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമുണ്ട്. ജൈവ മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങൾ പല രൂപത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.